അപ്പോൾ ഇത് നമ്മുടെ എക്സിബിഷൻ്റെ മറ്റൊരു പാർട്ടാണിത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതൊക്കെ ഫുള്ള് വന്നിട്ട് പസിലുകളാണ്. വീടുകളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പസിലുകളാണ്. ഇതിലൊക്കെ ഏതെടുത്താലും വന്നിട്ട് 150, 200 ആ റേഞ്ചൊക്കെ ആയിരുന്നു കേട്ടോ. ഈ കാണുന്ന ടാബിനും അതേ വില തന്നെ ആയിരുന്നു കേട്ടോ. 150, 200 ആ റേഞ്ച് തന്നെയായിരുന്നു കേട്ടോ. മറ്റേ പിങ്ക് കളറിൽ, ബ്ലൂ കളറിൽ ആ ടാബൊക്കെ അതേ റേഞ്ച് തന്നെയാണ്. എല്ലാ സാധനങ്ങളും 150, 200, പക്ഷേ നല്ല നല്ല സാധനങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ടു നടന്നു. അടുത്തത് വന്നിട്ട് നമ്മുടെ കോഴിക്കോടൻ ഹൽവ. പല രീതിയിൽ ഇളനീരിൻ്റെ ഉണ്ടായിരുന്നു, പല എല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് എല്ലാ ടൈപ്പിലുള്ള ഹൽവകളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത സെക്ഷനിൽ പറയുകയാണെങ്കിൽ പിന്നെ കുട്ടികൾക്കുള്ള കുറേ ബുക്സുകൾ, കളറിങ് ബുക്ക്, അതേപോലെ തന്നെ സ്റ്റോറി ബുക്ക്, അങ്ങനത്തെ കുറേ ഇതായിരുന്നു കേട്ടോ. പിന്നെ ഓരോ സെക്ഷനിൽ ഓരോ തരത്തിലാണ്. നമുക്കെല്ലാം വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകണമെന്ന് നമുക്ക് തോന്നുള്ളൂ. സത്യം പറഞ്ഞാൽ അത്രയും ഇതായിട്ടുള്ളതാണ്. അടുത്തതിൽ ഫുൾ ഐസ്ക്രീമുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ചൂടുകാലം ആയതുകൊണ്ട് ഐസ്ക്രീമിൻ്റെ അവിടെയും ഡ്രിങ്ക്, ജ്യൂസ് അങ്ങനെയുള്ള ഭാഗത്താണ് കേട്ടോ കൂടുതലായിട്ട് നല്ല തിരക്ക് കണ്ടത്. എല്ലാവിടെയും തിരക്കുണ്ട്, പക്ഷേ ഒന്നുകൂടി കൂടുതൽ ഈ ഭാഗങ്ങളിലാണ് കേട്ടോ. നമ്മുടെ പുതിയ സിനിമ എന്താണ് ആവേശത്തിൻ്റെ സ്റ്റിക്കറൊക്കെ അവിടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ഇതായിട്ട്. അടുത്തത് ഹെഡ്സെറ്റിൻ്റെയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. പിന്നെ വീണ്ടും നമ്മൾ ഫസ്റ്റ് ഒരു ഇതിൽ കാണിക്കണ്ടായിരുന്നു മറ്റേ കറ കളയുന്നതും പല്ലി പിടിക്കാനൊക്കെ ആയിട്ടുള്ളതൊക്കെ. അതേപോലെ തന്നെ വീണ്ടും ഇവിടെ ഒരു സെക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ പഴയകാല ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ് കേട്ടോ. നല്ല രസമുണ്ട് എല്ലാം തന്നെ കേട്ടോ. മറ്റേ ചെമ്പിൻ്റെ അങ്ങനത്തെ രീതിയിലുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ കുറേ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങൾ പോലത്തെ കുഞ്ഞു കുഞ്ഞിതുണ്ട് കേട്ടോ. വാൽക്കണ്ണാടി, അതേപോലെ തന്നെ ഗണപതിയുടെ വിഗ്രഹം, നമ്മൾ അമ്പലത്തിൽ നടരാജൻ്റെ, അങ്ങനെ കുറേ രീതിയിലുള്ള നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ടത്. ഇപ്പോൾ അത്യാവശ്യം നല്ല വിലയുണ്ട്, പക്ഷേ എല്ലാം ഒന്നിനൊന്ന് സൂപ്പറായിട്ടാണ്, അടിപൊളിയായിട്ടാണ് ഉള്ളതെല്ലാം തന്നെ. ഇപ്പോൾ ഞാനവിടെ നിന്ന് വീഡിയോ എടുക്കുക ചെയ്ത് എനിക്കെല്ലാം തന്നെ അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ട്, എല്ലാം തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എല്ലാം നല്ല പഴയ രീതിയിലുള്ള ഓരോ സംഭവങ്ങളാണത്. നമ്മുടെ കമ്പ്രാന്തൽ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സാധനങ്ങൾ അതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. മണിയടിക്കുന്നത്, പിന്നെ വിഗ്രഹങ്ങളുടെ അതേപോലത്തെ ശിവൻ്റെയൊക്കെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഒരു ദിവസം എന്ത് വെച്ചിട്ട് ചെയ്താന്നറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് മരം പോലെ ചെയ്തിരിക്കുന്നത്, അത് നല്ല രസമുണ്ട്. എല്ലാവരും വാങ്ങിക്കാൻ വന്നവർ കൂടി അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടാണ് പോകണം. എല്ലാം അത്ര രസമായിട്ടാണുള്ളത്. നമുക്ക് എന്താണെങ്കിൽ എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. അപ്പോൾ ഞങ്ങൾ മെല്ലെ നടന്ന് നീങ്ങാണ്ട് ഓരോന്ന് കണ്ട് നമുക്ക് പോവാം. ഇത് കണ്ടില്ല, ഓരോ വിഗ്രഹങ്ങളുടേതായ രൂപത്തിലുള്ളതാണ് എല്ലാം തന്നെ കേട്ടോ. ഗണപതിയുടെ അതേപോലെ തന്നെ ഗണപതി ഉണ്ടെന്ന് എല്ലാം കൂടുതലായിട്ട് കാണുന്നത് കേട്ടത്. അടുത്തതിൽ നമ്മുടെ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് തന്നെ. അപ്പോൾ പിന്നെ കുട്ടികളുടെ മറ്റേ കാർട്ടൂണിൻ്റെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെയാണ് കേട്ടോ ചെറിയ ഇതാക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ കുറേ കളിക്കാനുള്ളതാണ് കേട്ടോ. മറ്റേ ഊഞ്ഞാൽ, പിന്നെ ഈ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, അങ്ങനെ കുറേ യന്ത്ര ഊഞ്ഞാൽ, അങ്ങനെ എല്ലാ തരത്തിലുള്ളതും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഒന്നിന് 50 രൂപ അങ്ങനെ വെച്ചിട്ടൊക്കെയാണ് ഒരു പാസ്. അപ്പോൾ ഞങ്ങൾ അതിലൊന്നും കയറാൻ നിന്നില്ല, പക്ഷേ നല്ല വെയിലും ആയിരുന്നു കേട്ടോ ഒന്നാമത്. അതാണ് ഞങ്ങൾ പിന്നെ മെയിനായിട്ട് ഇതൊന്നും നിന്നില്ല. പിന്നെ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ചിട്ട് വേറൊരു സെക്ഷനിലേക്ക് കടന്നു വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇളനീരാണ് കേട്ടോ. അപ്പോൾ സ്പോട്ടിൽ പറയുമ്പോഴേക്ക് വെട്ടിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടീസുകൾക്ക് ഇളനീരിനോട് വലിയ ഇതൊന്നുമില്ല കേട്ടോ. അടുത്ത സെക്ഷൻ എന്ന് പറയാനായിട്ട് നമ്മുടെ പാനിപൂരി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. മറ്റേ ചില്ലി ഗോബി ഫ്രൈ പറഞ്ഞ കുറേ അങ്ങനത്തെ കുറേ ഐറ്റംസാണ് കേട്ടോ. മുളക് ബജ്ജിയൊക്കെ സ്പോട്ടിൽ നല്ല ചൂടോടുകൂടി തന്നെ തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീടിന് ഫ്രണ്ടിൽ പൂമാല കോർത്തിടില്ലേ, അതുപോലെയാണ് മുളകിൻ്റെ തൂക്കിയിട്ടിരിക്കുന്നതായിട്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്, ആൾക്കാരെ ആകർഷിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, നല്ല രസമായിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ട് എല്ലാം നടന്നു. നെക്സ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് കുടിച്ചത് മറ്റേ നറുനീണ്ടി ആയിരുന്നു കേട്ടോ. നറുനീണ്ടി കുടിച്ചത്, പക്ഷേ അത് നമ്മൾ ഇവിടുന്ന് വടക്കഞ്ചേരിയിൽ നിന്ന് കഴിക്കുന്ന അത്ര ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല. വടക്കഞ്ചേരിയിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു, പക്ഷേ നമ്മുടെ അവിടെ വില കുറവാണ്, 20 രൂപയാണ്. പക്ഷേ ഇവിടെ 50 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളത് കുടിച്ചിട്ടും എല്ലാം നടന്നു കേട്ടോ. ഇത് നമ്മുടെ ഫിലിമിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളാണ്. ഞങ്ങൾ ഉള്ളിലോട്ട് കയറാൻ നിന്നില്ല, പക്ഷെ കണ്ട തീരില്ല. രാവിലെ നമ്മൾ ഇറങ്ങണം, എന്നാലേ വൈകുന്നേരം ആകുമ്പോഴേക്കെങ്കിലും ഒന്ന് കഴിയുള്ളൂ കേട്ടോ. അതും കഴിയുന്ന ഉറപ്പൊന്നും പറയണില്ല. ഇത് വന്നിട്ട് വാട്ടർ ചെല്ലിയിട്ട്, അത് ഞങ്ങൾ നേരത്തെ വാങ്ങിച്ചതുകൊണ്ട് പ്രാവശ്യം വാങ്ങിച്ചില്ല. 10 രൂപ 20 രൂപ കൊണ്ട് ചെറിയ പാക്കറ്റിൽ കിട്ടുന്നതാണ്. ഇത് നോവലുകൾ, അതേപോലെ തന്നെ രാമായണ മഹാഭാരതം അങ്ങനെ ബുക്സുകളാണ് കേട്ടോ, കളക്ഷനാണ്.
പിന്നെ CCTVയുടെ ക്യാമറ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതും അതൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. കുറേ സെക്ഷനുണ്ട്, നമുക്ക് എന്ത് ആവശ്യമുണ്ട് അത് ഫുള്ള് നമുക്ക് ഇവിടെ കിട്ടുന്ന രീതിയിലാണ് കേട്ടോ. അപ്പം നമ്മുടെ അതൊക്കെ മെല്ലെ കണ്ട് നടക്കുകയാണ്. ഇത് വന്നിട്ട് നെല്ലിക്ക സംഭാരമൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സംഭവങ്ങളുണ്ട്. ബാങ്കിൻ്റെ മുതലുണ്ട്, EMI അടയ്ക്കുന്നതിന് നമ്മൾ എന്ത് വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ EMI ശരിയാക്കി തരും, എല്ലാം ചെയ്തു തരുന്നതാണ് കേട്ടോ. ഇത് വന്നിട്ട് ഗോൾഡിൻ്റെ കേട്ടോ, ഗോൾഡ് ലോണൊക്കെ അറേഞ്ച് ചെയ്ത് തരും. അക്വിലാണ് അങ്ങനെ എന്തോ ഒരു ഫിനാൻസിൻ്റെയാണ് കേട്ടോ അത്. അപ്പോൾ പിന്നെ അടുത്ത സെക്ഷനിലോട്ട് കയറിയത് ഞങ്ങൾ വിത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ. കുറേ വിത്തുകൾ നമുക്കൊന്ന് വാങ്ങിക്കാമെന്ന് വെച്ച് കയറിയതാണ്. അപ്പോൾ കണ്ടൊരു സംഭവമാണ് ഇത്. നമ്മുടെ തേക്കിൻ്റെ വേരാണ്, ഒരൊറ്റ വേരാണ്. അതിന് നമ്മളവർ പല രൂപത്തിലാണ് ആക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു വേരിൽ ഇതാ പാമ്പിൻ്റെ വായ, എന്തിൻ്റെയൊക്കെയോ വായും മുഖവും എന്തൊക്കെയോ അതിലുണ്ട് കേട്ടോ സംഭവങ്ങൾ. എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അത് തേക്കിൻ്റെ വേരിൽ 2 തേക്കിൻ്റെ വേരിലാണ് കേട്ടോ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഒറ്റ വേരാണ്, അതാണ് ഇത്രയും വലിയ വേരിലാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്തത് കൊക്കോ ഇല്ലേ, കൊക്കോയുടെ സാധനങ്ങളാണ്. കൊക്കോയുടെ ചോക്ലേറ്റ്, അതേപോലെ തന്നെ സിപ്പപ്പ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കുറേ തരം വെറൈറ്റി ചോക്ലേറ്റുകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 2-3 സിപ്പപ്പ് മാത്രം വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ സാധാരണ വില തന്നെയായിരുന്നു, 10 രൂപ റേഞ്ചിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതും വാങ്ങിച്ചു. പിന്നെ അടുത്ത സെക്ഷൻ ഭരണികൾ, അത് പിന്നെ പലാസ 200 രൂപ ഏതെടുത്താലും 200 രൂപ കൊണ്ടാണ് പലാസയുടെ റേറ്റ്. കപ്പ് അതേപോലെ 5 എണ്ണം 6 എണ്ണം പറഞ്ഞാൽ 100 രൂപ. ഗ്ലാസ്സുകൾ, ചായ ഗ്ലാസ്സുകൾ 6 എണ്ണം 100 രൂപ എന്നുള്ള റേഞ്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ടും. അതേപോലെ തന്നെ അത്യാവശ്യം നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആവറേജ് അതേ റേഞ്ച് തന്നെയാണ് കേട്ടോ വരുന്നതൊക്കെ. അപ്പോൾ വ്യത്യാസം പറയാനൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് വീട്ടിലിടുന്ന രീതിയിലുള്ള ട്രൗസറുകൾ, അതേപോലെ തന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ 200 രൂപ റേഞ്ചൊക്കെ തന്നെയായിരുന്നു കേട്ടോ. സത്യം പറയാം, നമ്മൾ കണ്ടിട്ട് ഇവിടെ നിന്ന് കഴിയില്ല, അത്രമാത്രം സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ പൂരം കഴിഞ്ഞാലും ഈ എക്സിബിഷൻ കുറച്ച് നാളും കൂടി ഉണ്ടാവും. അപ്പം കാണാത്തവർ ഓടി ഒന്ന് കാണണം കേട്ടോ. നല്ല രസമുണ്ട്, വാങ്ങിക്കണമെന്നൊന്നും പറയില്ല, പക്ഷെ കണ്ടാൽ നമുക്ക് കൊതി തീരില്ല, അത്രയും സാധനങ്ങളാണ് കേട്ടോ ഇവിടെ. വീട്ടിലേക്കാണെങ്കിലും നമുക്കാണെങ്കിലും എന്തൊരു സാധനമാണെങ്കിലും നമുക്കത് ഇവിടെ നോക്കിയാൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളത്. അടുത്തത് ഞങ്ങൾ കണ്ടത് ഡ്രമ്മാണ്, നമ്മുടെ മണിക്കൂട്ടൻ്റെ സംഭവമാണ് ഡ്രം. അത് കാരണം അവന് ഭയങ്കര ക്രൈസാണ്, വേഗം അവൻ അതാണ് നോക്കിയത് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തന്നാണ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അടുത്തത് അത് അപ്പുറത്തും അതേപോലത്തെ ഒരു നീല കളർ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ച് നീട്ടുന്നില്ല. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മുടെ എക്സിബിഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എങ്കിലപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.